അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കദാലിക യത്ബഉല്ലാഹു അലാ കുല്ലി ഖൽബിൻ മുതകബ്ബിരിൻ ജബ്ബാർ. സഹോദരങ്ങളെ, സൂറത്ത് ഗാഫിറിലെ 35-ാമത്തെ വചനം. മനുഷ്യർ അവരവരെ മഹത്വപ്പെടുത്തുകയും മറ്റുള്ളവരെ നിസാരമായി കാണുകയും ചെയ്യുന്ന മനോഭാവമാണ് അഹങ്കാരം എന്ന് നമ്മൾ പറയുന്നത്. തന്നെപ്പറ്റി അതിരുകളില്ലാത്ത അഭിമാനബോധവും അന്യരോട് അമിതമായ പുച്ഛവും അവഗണനയും അവമതിപ്പുമുണ്ടാവുക എന്നർത്ഥം. ഈ രോഗം മനസ്സിൽ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ സത്യത്തെ നിരാകരിക്കലും അവിശ്വാസത്തിൻ്റെ അടിവേരും ഈ അഹങ്കാരമാണ്, കിബ്റാണ് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സഅസ്രിഫു അൻ ആയാതി അല്ലദീന യതകബ്ബറൂന ഫിൽ അർള്. ഭൂമിയിലൂടെ കിബ്റ് കാണിക്കുന്ന, അഹന്ത കാണിക്കുന്ന മനുഷ്യരെ നമ്മൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന്, നമ്മുടെ വചനങ്ങളിൽ തെറ്റിച്ചു കളയും. വയ്യറൗ കുല്ല ആയത്തിൽ, എല്ലാ തെളിവുകളും, ഏതൊക്കെ ദൃഷ്ടാന്തങ്ങൾ അവന് ബോധ്യപ്പെട്ടാലും ലാ യുഅ്മിനു ബിഹ, അവൻ വിശ്വസിക്കൂല. കാരണം കാണേണ്ടതുപോലെ കാണാനോ ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കാനോ ഈ തെളിവുകളൊന്നും അവനെ പ്രാപ്തനാക്കുകയില്ല. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, വയ്യറോ സബീല റുഷ്ദി, വിവേകത്തിൻ്റെ, തൻ്റെടത്തിൻ്റെ വഴി അവൻ കണ്ടാലും ലാ യത്തഖിദുഹു സബീല, അതൊരു വഴിയായി അവൻ സ്വീകരിക്കുക തന്നെ ഇല്ല എന്ന് മാത്രമല്ല, വയ്യറോ സബീലൽ ഗയ്യി, അധർമ്മത്തിൻ്റെ, അന്യായത്തിൻ്റെ വഴി കണ്ടാൽ അത് മാർഗമായി അവൻ സ്വീകരിക്കുകയും ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. ഖുർആൻ അത് പറഞ്ഞ് മറ്റൊരു രൂപത്തിൽ, പിശാചിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് അള്ളാഹു ആദമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ വിസമ്മതം പ്രകടിപ്പിച്ചതിനാണ്. അപ്പൊ അതിന് എന്തുകൊണ്ട് നീ സുജൂദ് ചെയ്തില്ല എന്ന് അള്ളാഹു പിശാചിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് വിശുദ്ധ ഖുർആനിൽ. മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർത്തുക, നിന്നോട് സുജൂദ് ചെയ്യണം എന്ന് ഞാൻ കൽപ്പിച്ചപ്പോൾ നീ സുജൂദ് ചെയ്യാൻ തടസ്സം നിന്നത് എന്താണ് നിന്നെ തടഞ്ഞത്? അതിന് കാല, ആ പിശാച് പറഞ്ഞ മറുപടി ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്, അന ഖൈറും മിൻഹു, ഞാൻ ആ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ച മനുഷ്യനുണ്ടല്ലോ ആദം, അവനേക്കാൾ ഞാൻ ഉത്തമനാണ്. അന ഖൈറും മിൻഹു, ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ മികച്ചവനാണ്, ഞാൻ എല്ലാം കൊണ്ടും തികഞ്ഞവനാണ് എന്നൊരാൾക്ക് തോന്നിത്തുടങ്ങുമ്പോഴാണ് അഹങ്കാരമെന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പുറത്ത് കാണിക്കുക. ആ എന്തുകൊണ്ട് പിശാചിനോട് നീ എന്തുകൊണ്ട് ആദമിന് സുജൂദ് ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ ഉത്തരം അന ഖൈറും മിൻഹു, ഞാൻ സുജൂദ് ചെയ്യാൻ മാത്രമൊന്നല്ല, ഞാൻ അതിനേക്കാൾ ഉത്തമനാണ്. എന്തുകൊണ്ട് ഉത്തമനായി? ഖലഖ്തനി മിൻ നാരി, നീ എന്നെ പടച്ചത് തീ കൊണ്ടാണ്. വ ഖലഖ്തഹു മിൻ തീനിൻ, അവനെ പടച്ചത് മണ്ണുകൊണ്ടുമാണ്. ആ മണ്ണിനേക്കാൾ തപിക്കുന്ന ചൂട് നൽകുന്നത് തീയാണ്. അതുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ മികച്ചതാണ്
അതുകൊണ്ട് തന്നെ ആ തണുപ്പൻ മണ്ണിന് സുജൂദ് ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല എന്നർത്ഥം. ഇത് അവിടെ കൊണ്ടും കഴിഞ്ഞില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാകുന്നില്ല എന്ന് ചോദിക്കും. ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. അപ്പോൾ നാട്ടിൽ പേരെഴുതാൻ അറിയാത്ത, വായിക്കാൻ അറിയാത്ത, അതുപോലെ തന്നെ വലിയ തറവാട്ടിൽ പിറന്നിട്ടുണ്ടെങ്കിലും സാമ്പത്തികമായി വലിയ മെച്ചൊന്നുമില്ലാത്ത ഒരു അനാഥ ബാലനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തറവാട് ഖുറൈശി കുടുംബാണ്, പക്ഷെ യത്തീമായി വളർന്നവനാണ്. ആരാൻ്റെ കച്ചവടച്ചരക്കൊക്കെ കൊണ്ടുപോയി എന്നല്ലാതെ വലിയ മികവൊന്നും പറയാനില്ല. പലരും ദീനിലേക്ക് വരാൻ അവർക്ക് തടസ്സമായത് ഇത്തരം വലിയ തറവാട്ടുകാരും പേരും പെരുമയൊക്കെ നമ്മളൊക്കെ ഉണ്ടായിട്ട് നമ്മളെയൊന്നും നബിയാക്കാതെ ഇവരെയാണോ നബിയാക്കിയത്, എന്താണ് അവനൊരു മികവ് പറയാനുള്ളത് എന്ന അവരുടെ ന്യായമാണ്. ഖുർആൻ അത് പറയുന്നുണ്ട്. ഫഖാലൽ മലൗ, നൂഹ് നബിയുടെ കാലത്താവട്ടെ മറ്റു പിന്നെ ഹൂദ് നബിയുടെ കാലത്താവട്ടെ ഏത് കാലത്ത് ജീവിച്ച നിഷേധികളായ മനുഷ്യരും പറഞ്ഞ വാക്ക് അല്ലദീന കഫറു മിൻ ഖൗമിഹി, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്തുള്ള സംഭവമാണ് ഉദ്ധരിക്കുന്നത്. ഇത് എല്ലാ കാലത്തുള്ള ജനങ്ങളും പറഞ്ഞതും ആവർത്തിച്ച് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ആ അവിശ്വാസികളായ ആളുകൾ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം പറഞ്ഞത് മാ നറാക ഇല്ലാ ബശറം മിഥ്ലന, നിന്നെ നബിയാണ്, അള്ളാഹു വേദവെളിച്ചം നൽകിയിട്ടുണ്ട്, നുബുവത്ത് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയാന്നല്ലാതെ ഞങ്ങളെക്കാൾ ഒരു മികവും നിങ്ങൾക്ക് കാണുന്നില്ല. നിങ്ങൾ ഞങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരാണ്, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ വിശ്വസിക്കുകയില്ല. ഇനി രണ്ടാമത് അവർ പറഞ്ഞു വമാ നറാക ഇത്തബാക ഇല്ലല്ലദീന അറഹും അറാദിലുന ബാദിയർ റഅി. ഇനി ആ നബിയെ പിൻപറ്റിയ ആളുകളാണെങ്കിലോ യാസർ, ബിലാൽ, അമ്മാർ പോലുള്ള പാവപ്പെട്ട മനുഷ്യന്മാരാണ്. ആ ആളുകളൊക്കെ ഞങ്ങളെ അപേക്ഷിച്ച് വലിയ അഭിപ്രായമില്ലാത്ത സാധാരണക്കാരാണ്. അത്തരം ആളുകളോടൊപ്പം ഞങ്ങൾ ഈ തറവാട്ടുകാരും പേരും പെരുമയുള്ള ഞങ്ങൾ വിശ്വാസികളെ അവരോടൊപ്പം ഇരിക്കെ അത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയാതെ പറഞ്ഞതിൻ്റെ ചുരുക്കം. എന്നിട്ട് അവർ പറയുന്നുണ്ട് വമാ നറാ ലക്കും അലൈനാ മിൻ ഫദ്ലിൻ, ഞങ്ങളെക്കാൾ ഒരു ശ്രേഷ്ഠതയും വിശ്വാസികളായ നിങ്ങൾക്ക് ഞങ്ങൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ബൽ നളുന്നുക്കും ഖാദിബീൻ, നിങ്ങളിത് കള്ളം പറയുകയാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഇനി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നുബുവത്തുമായി ഫറോവയുടെ കൊട്ടാരത്തിൽ ചെന്നപ്പോഴും ഫറോവക്ക് വിശ്വസിക്കാതിരിക്കാണ്ടായ തടസ്സം എന്താണ്? മൂസാ നബിയേക്കാൾ അജയ്യമായ ആദർശം കയ്യിലുണ്ടായിട്ടല്ല, അതിനെ പ്രതിരോധിക്കാനുള്ള അറിവും അവഗാഹവും ഉണ്ടായിട്ടുമല്ല. ഫിറോൻ പറഞ്ഞ വാക്കെന്താണ്? കാല അലം നുറബ്ബിക ഫീനാ വലീദൻ, ഞങ്ങൾ വളർത്തിയൊരു കുട്ടിയല്ലേ ഈ, ഞങ്ങളല്ലേ എന്നെ തീറ്റിപ്പോറ്റി വളർത്തിയത്, എന്നിട്ട് ഈ ഇപ്പോൾ വന്നിട്ട് നബിയാന്ന് പറഞ്ഞ് ഞങ്ങൾ നിന്നെ വഴിപ്പെടുക, എങ്ങനെയാണ് നടക്കുക? അതാ ഞങ്ങൾ ലബിസ്ത ഫീനാ മിൻ ഉംരിക സിനീൻ, കൊല്ലങ്ങൾ നീ ഈ നാട്ടിൽ ഞങ്ങളോടൊപ്പം ജീവിച്ചവനല്ലേ, എന്നിട്ടൊരു സുപ്രഭാതത്തിൽ നീയാണ് വന്നിട്ട് പറയാ ഞാൻ നബിയാണ്, അള്ളാഹ് എനിക്ക് നുബുവത്ത് നൽകിയിരിക്കുന്നു, ഞങ്ങളതാണ് കേൾക്കുക, എന്തായിപ്പോയി ഇത്? എന്നിട്ട് പറയാം എന്നിട്ട് ചോദിക്കുക പണ്ടേ ഇങ്ങനെയൊക്കെ ചെയ്തോനല്ലേ ഈ, എന്നിട്ട് ഈപ്പാണ് വന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈയാണ് പറയുന്നത് അംഗീകരിക്കുക എന്ന് അവർ പറയുന്നത് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് മനുഷ്യന്മാർക്ക് അവനവനെക്കുറിച്ച് വലിയ മതിപ്പുണ്ടാവുക എന്ന് പറയുമ്പോൾ സഹാബത്ത് സ്വാഭാവികമായും ചോദിച്ചു, നബിയെ ഒരാൾ നല്ലൊരു ചെരുപ്പ് ധരിക്കണം, നല്ല വസ്ത്രം ധരിക്കണം എന്നൊക്കെ വിചാരിച്ചാൽ കിബറാവുമോ? മനുഷ്യരുടെ ആഗ്രഹമാണല്ലോ. ഒരു യാത്ര പോകുമ്പോൾ, ഒരു സാഹസ് പോകുമ്പോൾ, ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോൾ
നല്ല വസ്ത്രം ധരിക്കണം, നല്ല ചെരുപ്പ് ധരിക്കുക, നല്ല വാച്ച് ധരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന കിബിർ പെടുവോ? റസൂലുള്ള പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല. ഭംഗിയായി അലങ്കാരം ചമഞ്ഞു പോലെ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന സംഗതിയാണ്. അതല്ല, മറിച്ച് അൽ കിബ്റു ബത്റുൽ ഹഖി വ അംതുന്നാസ്. സത്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അംഗീകരിക്കാനുള്ള വിമുഖതയും ജനങ്ങളെ പുച്ഛത്തോടെ കാണുകയും ചെയ്യലാണ് കിബിർ. ഒറ്റ ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു സദസ്സിലിരിക്കുമ്പോൾ ഒരാള് ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നത് കണ്ടു റസൂലുള്ള. ഇസ്ലാമിന്റെ അദബിനെതിരാണല്ലോ ഇടത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കലും ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കലും ഒക്കെ ഇസ്ലാമിന്റെ അദബിനെതിരാണ്. ഇപ്പൊ റസൂലുള്ള സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ അറിയാതെ വരാം, മറന്നുകൊണ്ട് സംഭവിക്കാം, അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ. അപ്പൊ റസൂലുള്ള മനുഷ്യനോട് കുൽ ബിയമീനിക്, എടാ വലത്തേതുകൊണ്ട് തിന്ന്, വലത്തേതുകൊണ്ട് കഴിക്ക്, ഇടത്തേത് കൊണ്ടല്ല. കാല. അപ്പൊ അയാള് പറഞ്ഞു, ലാസ് എനിക്ക് പറ്റൂല, എനിക്ക് കഴിയൂലതിന്. കാരണം നമ്മളെ ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ എങ്ങനെയാ ഇടത്തോട് പിടിക്കാന്നൊക്കെ ഒരു തോന്നല്. നബി പഠിപ്പിച്ചു, ഇസ്ലാം പഠിപ്പിച്ചു. അപ്പോ അയാൾ ഒറ്റ വാക്ക് നേരെ പറഞ്ഞാലുണ്ടല്ലോ ഒരു തട്ടുത്തരം പറയുന്ന വാർത്താനാണ്, എനിക്ക് കഴിയൂല, ഞാൻ പിടിക്കൂല എന്നർത്ഥം. അപ്പോ റസൂലുള്ള പറഞ്ഞു, ലാ അസ്തതഅത, എന്നാ എനിക്ക് കഴിയാതിരിക്കട്ടെ എന്നാണ്. ആ കൈഞ്ഞ് പൊങ്ങാതിരിക്കട്ടെ. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഒരു മനുഷ്യൻ ആ കൈയിനെന്ത് അസുഖം ഉണ്ടായിട്ടാണെങ്കിലോ, ആ കൈ തൽക്കാലം പ്രവർത്തനക്ഷമമല്ലെങ്കിലോ, അങ്ങനെ ആ മനുഷ്യനെ പറയാൻ പാടില്ലല്ലോ. മാ മനഅഹു ഇല്ലൽ കിബ്റു, കിബ്റ് കൊണ്ടാണ് മൂപ്പർക്ക് തടസ്സം ഉണ്ടായത്. ഏത്? ഒരാൾ പറഞ്ഞു കേട്ടാണ് നമ്മളാണ് കൈ മാറ്റി പിടിക്കുക. ഇപ്പൊ നമ്മളെ ആൾക്കാർ ചോദിക്കില്ലേ, ഇടത്തെ കൈയും പടച്ചോൻ തന്നാ വലത്തെ കൈയും പടച്ചോൻ തന്നാ, ഇതുകൊണ്ട് പിടിക്കുമ്പോ എങ്ങനെയാ ശിക്ഷ ഉണ്ടാണ്, ഇതുകൊണ്ട് പിടിക്കുമ്പോ എങ്ങനെ പുണ്യാതാന്ന് ചോദിച്ചാൽ, ഇത് പഠിപ്പിച്ചത് ഇസ്ലാമാണ്, യുക്തിയല്ലത്. രണ്ടു കൈയുള്ളത് തന്നെയാണ്. പക്ഷേ ഇന്നതാണ് വിശ്വാസി ശീലിക്കേണ്ട അദബ് എന്ന് പഠിപ്പിച്ചാൽ അത് ചെയ്യണം. എന്നിട്ട് ആ ഹദീസിന്റെ ബാക്കി പറയുന്നെങ്കിൽ പിന്നെ ആ കൈ കൊണ്ട് അയാൾ വായിലേക്ക് പൊക്കിയിട്ടില്ല എന്നാ, ആ കൈ പിന്നെ പൊക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെ സ്റ്റക്കായിപ്പോയി അത്. അപ്പൊ നന്മ പറഞ്ഞു കൊടുക്കുമ്പോ, മതത്തിന്റെ അകക്കാമ്പ് പറഞ്ഞു കൊടുക്കുമ്പോ അംഗീകരിക്കാൻ വിമുഖത കാണിക്കൽ കിബ്റാണ് എന്ന് റസൂലുള്ള പറയാണ്. അപ്പൊ നമ്മളിപ്പോ ഒരാളോട് പറയാ, അങ്ങനെയല്ല കേട്ടോ, അതെ അങ്ങനെ മൊല്ലാക്കായിട്ട് നടക്കാൻ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കിബ്റാണ്. നമ്മളൊരാളോട് പറയാ, നിങ്ങളെ വസ്ത്രം ഇങ്ങനെ ആവാൻ പാടില്ല, ഇസ്ലാമിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ദീനിൽ ഇങ്ങനെയാണ്, അതൊന്നിപ്പോൾ നോക്കിയാൽ പറ്റൂല കേട്ടോ, അപ്പം അത് നടക്കൂല, അത് ആ കാലല്ലത്, ഈ കാലത്ത് ഇങ്ങനെയൊക്കെ നടക്കും, അതിന് കിട്ടണമൊക്കെ കിട്ടും എന്ന് പറഞ്ഞ് ദീൻ അവന് തോന്നിയ പോലെ വ്യാഖ്യാനിച്ച് വിശദീകരിക്കുന്നുവെങ്കിൽ അത് ആ യുക്തിയല്ല, അതിൻ്റെ പേര് കിബ്ർ എന്നാണ്. എന്നിട്ട് മാത്രമല്ല, അള്ളാഹ് പറഞ്ഞു, ചിലപ്പോൾ ഒരു 2-3 ബാങ്കിൻ്റെ ATM കാർഡും കുറച്ച് പൈസയും കുറച്ച് നിലവാരമുള്ള വണ്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ മനുഷ്യന്മാർക്ക് ഇങ്ങനെ തോന്നുമല്ലോ, ഞാൻ തിരക്കേടില്ല. അങ്ങനെ അഹന്ത കാട്ടുന്ന മനുഷ്യരോട് അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇന്നക്കലൻ തഹരിക്കൽ അർള, ഈ ഭൂമിയെ പിളർത്താനൊന്നും എനിക്ക് കഴിയില്ല. വലൻ തബ്ലുവൽ ജിബാല തൂല, നീ എത്ര ഉയർന്നാലും ഒരു മലയോളം ഉയരത്തിലൊന്നും എനിക്ക് ഉയരാനും കഴിയില്ല. നീ ഇപ്പൊ എത്ര വലിയ പൊങ്ങച്ചം കാട്ടിയാലും എത്ര വലിയ ഡംബ് കാണിച്ച് ജീവിച്ചാലും ഈ ഭൂമിയെ പിളർത്താനോ ഈ മലയോളം ഉയരാനോ നിനക്ക് കഴിയില്ല. അതുകൊണ്ട് വലാ തംശി ഫിൽ അർളി മറഹൻ, നീ ഭൂമിയിൽ ഒരു പൊങ്ങച്ചക്കാരനായി ഒരഹങ്കാരിയായി നടക്കാതിരിക്കലാണ് വേണ്ടത് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പണ്ഡിതന്മാർ പറയുന്നുണ്ട് 3 തരം കിബ്റാണ് ലോകത്തുള്ളത് എന്ന്. ഒന്ന് അൽ കിബ്റു അലല്ലാഹ്, അള്ളാഹുവിന്റെ വിഷയത്തിൽ കിബ്ർ. അത് ഫറോവയെ പോലുള്ള ആളുകൾ പറഞ്ഞല്ലോ, അന റബ്ബുക്കുമുല്ലാ, ഞാനാണ് നിങ്ങളെ റബ്ബ് എന്നറില്ലേ.
അള്ളാന്റെ സ്ഥാനത്തേക്ക്, അള്ളാഹുവിന്റെ പദവിയിലേക്ക് അവനവനെ തന്നെ കുടിയിരുത്തലാണത്. ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ ആളുകളെ തന്റെ ചൊൽപ്പടിക്ക് നിർത്തുക. രണ്ടാമത്തൊന്ന് അല റസൂൽ, റസൂലിനെതിരെ പ്രവർത്തിക്കുക. അള്ളാന്റെ റസൂൽ ഇന്നത് പറഞ്ഞു അല്ലെങ്കിൽ ഇന്നതാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാനുള്ള വിമുഖത വരുന്നത് അത് കിബ്റാണ്. മൂന്നാമത്തതാണ് അലൽ ഇബാദി, മനുഷ്യരുടെ മേൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സമ്പത്തിന്റെ പേരിൽ, മക്കളുടെ പദവിയുടെ പേരിൽ ഒക്കെയാണല്ലോ മനുഷ്യന്മാർക്ക് കിബിർ വരിക. യവനൊക്കെ എന്തു നല്ല പഠിപ്പിച്ചേ നിന്റെ ഒപ്പം പഠിച്ചെന്നോ, ഇപ്പൊ എന്തായി, ഇന്റെ അത്രയൊന്നും ഗതിയില്ലാതെ അപ്പോ നടക്കണമെന്ന് പറഞ്ഞ കിബിറ. കാരണം ഓൻ ചിലപ്പോൾ SLC തോറ്റായിരിക്കും, ഓൻ ഗൾഫിൽ പോയി പച്ച പിടിച്ചു, ഗൾഫിൽ പോയി അല്ല പൈസ ഉണ്ടാക്കി, മറ്റോന് കേവലം ഒരു ഗുമസ്തനായിട്ടോ ഒരു വാദ്യാരായോ ജീവിതം കഴിച്ചു കൂട്ടി പരിമിതമായ ശമ്പളവും പെൻഷൻ ജീവിച്ചു പോകുന്നുണ്ടാവും. ഇവന്റെ പളപളപ്പും പത്രാസും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇവ അങ്ങനെ കുത്തരുന്ന് പറയാ, എന്തേ പന്നൊക്കെ പഠിച്ചിട്ട് പോര് കാര്യം കിട്ടിയേ. അതാ ദുന്യാവിൽ മനുഷ്യന്റെ ഒരു സെക്കൻഡ് മതി ഭൂമിയിലെ മനുഷ്യന്റെ ആഠ്യത്വങ്ങളൊക്കെ പാപ്പറായി പോകാൻ. ഖുർആൻ പറയുന്നുണ്ടല്ലോ, അന അക്സറു മിൻക മാലൻ വ അഅസ്സു നഫറ. ഞാൻ കണ്ടോ എല്ലായ്പ്പോഴും നിസ്കരിച്ച് നോൻപോറ്റുമൊക്കെ നടക്കണ മനുഷ്യനെക്കാളും സാമ്പത്തികമായും അതുപോലെ തന്നെ ആളുകളുടെ പിൻബലവും എനിക്കാണുള്ളത് എന്ന് പറയുന്നൊരവസ്ഥ. അപ്പൊ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട സംഗതി എന്താന്ന് വെച്ചാൽ, അള്ളാഹു ഒരു മനുഷ്യന്റെ മനസ്സിൽ ലാളിത്യത്തിൻ്റെയും എളിമയുടെയും അവസരം ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ അതിനവൻ മെനക്കെടുന്നില്ല എങ്കിൽ അള്ളാഹു പറഞ്ഞു കദാലിക യത്ബഉല്ലാഹു, അപ്രകാരം അള്ളാഹു തആല എന്ത് ചെയ്യും, സീല് വെച്ചാളും. തബ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, സീലാണ് വെക്കും. അലാ കുല്ലി ഖൽബിൻ മുതകബ്ബിരിൻ ജബ്ബാരിൻ, എല്ലാ അഹങ്കാരികളുടെയും പോക്കിരിമാരുടെയും മനസ്സുകളിൽ അള്ളാഹു തആല സീല് വെച്ച് കളയും. ഈ ഹൃദയത്തിന് സീല് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കൽബിലേക്ക് ഒരു നന്മയും കയറൂല. എത്ര റമദാൻ വന്നു പോയാലും, എത്രയെല്ലാം ജീവിതത്തിൽ തീക്ഷ്ണമായ പരീക്ഷണങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നാൽ പോലും മനസ്സിലുള്ള തിന്മകൾ കഴുകി തുടച്ച് മിനുക്കിയെടുക്കാനോ പുതിയ നന്മകളുടെ മത്സരിക്കാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് മനുഷ്യന്മാരങ്ങോട്ട് പോകും. അത് ചെറിയൊരു സംഗതി. ഇപ്പോൾ പിശാച് ഒരനുസരണക്കേട് കാണിച്ചതിനാണ് അള്ളാഹ് പറയുന്നുണ്ടല്ലോ, ഫഹ്ബിത് മിൻഹ, അതുകൊണ്ട് നീ ഇവിടുന്ന് ഇറങ്ങിക്കോ. സ്വർഗത്തുനിന്ന് പുറത്താക്കിയ സംഗതികൾ ആലോചിച്ച് നോക്കിയേ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗത്തുനിന്ന് പുറത്താക്കിയത് ഒരു പഴം തിന്നരുത് എന്ന് പറഞ്ഞ് തിന്നതിനാണ്. വേറെ ഒരുപാട് തിന്മകളില്ല, വലിയ അപരാധം ചെയ്തിട്ടില്ല, വൻപാപങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒരു പഴം തിന്നരുത് പറഞ്ഞു, അത് തിന്നു. ആ ഒറ്റ തെറ്റിനാണ് എന്ത് ചെയ്തത്, അവിടുന്ന് പുറത്താക്കിയത്. പിശാചിനെ പുറത്താക്കിയതോ ഈ സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞ് സുജൂദ് ചെയ്തില്ല. അപ്പൊ അല്ലാഹ് പറഞ്ഞു ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹാ, ഇവിടെ അഹങ്കരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഫഖ്റുജ്, നീ ഇവിടുന്ന് പുറത്തു പോയിക്കോ. ഇന്നക മിനസ്സാഗിരീൻ, നീ നിന്ദ്യന്മാരുടെ കൂട്ടത്തിലാണ് എന്ന് സൂചിപ്പിച്ചു. അപ്പൊ ഭൂമിയിൽ മനുഷ്യരിങ്ങനെ നിഗളിച്ച് കിബറും കാട്ടി നടക്കുമ്പോ അള്ളാഹ് പറഞ്ഞൊരു വാക്ക് റസൂലുള്ളാഹ് പറയുന്നുണ്ട്, അൽ കിബ്റു റിദാഇ, അള്ളാന്റെ തട്ടമാണ് കേട്ടോ കിബർ. ഇപ്പൊ നമ്മളൊക്കെ ചിലപ്പോൾ ഉണ്ടല്ലോ, ചെറിയ കുട്ടികളാകുമ്പോൾ വാപ്പാന്റെ തട്ടും വാപ്പാന്റെ കുപ്പായൊക്കെ ഇട്ടിങ്ങനെ നടക്കുമല്ലോ ഒരു ഹരത്തിന്. പക്ഷെ അള്ളാന്റെ തട്ടുവിട്ടാണ് മനുഷ്യന്മാർ നടന്നാൽ അതിനുള്ള അർഹതയില്ല, യോഗ്യത മനുഷ്യന്മാർക്കില്ല എന്നാണ് സൂചിപ്പിച്ചതിന്റെ ചുരുക്കം. അപ്പൊ നമ്മുടെ മനസ്സുകൾ, പ്രത്യേകിച്ച് ഈ റമദാനൊക്കെ സമാഗതമാകുന്ന സമയത്ത് നമ്മുടെ മനസ്സിലാണല്ലോ റമദാൻ ഇറങ്ങുന്നത്. ഖുർആന്റെ മാസം എന്ന് പറഞ്ഞാൽ ഖുർആൻ മനസ്സിലാണല്ലോ പെയ്തിറങ്ങുന്നത്. ഈ ഭൂമിയിൽ മലകളെ ഉണ്ടാക്കിയത് ഭൂമി ചായ്ഞ്ഞു പോവാതിരിക്കാനാണ്. ഖുർആൻ ഉണ്ടാക്കിയത് മനസ്സുകൾ ചായ്ഞ്ഞു പോവാതിരിക്കാനാണ്. പ്രലോഭിപ്പിക്കുന്ന പലതരം കാഴ്ചകൾ കാണുന്ന ലോകമാണിത്.
ആ കാഴ്ചകൾ മനസ്സിനെ നിയന്ത്രിക്കാൻ ആ മനസ്സിൽ ഖുർആൻ ഉണ്ടാവണം. ആ ഖുർആനുള്ള മനസ്സുകൾ കിബറുണ്ടാവാൻ ഇടമില്ലാത്ത ഒന്നാണ്. ഇപ്പൊ നമ്മുടെ മനസ്സുകൾ ആരോടെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഉടക്കി നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും ശുദ്ധീകരണ പ്രക്രിയയിലൂടെ മനസ്സിനെ ശുദ്ധമാക്കി റമളാനെ വരവേൽക്കാൻ ഒരുങ്ങുകയും ചെയ്യുക. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും പടച്ച റബ്ബ് സ്വർഗത്തിലേക്ക് നടന്നു നീങ്ങുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.